നമ്മളൊക്കെ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നവരാണ് അല്ലേ? സൂറത്തു യാസീനിലെ ഒരു 3 ആയത്തുകൾ, ഈ 3 ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ കൽബിലെ ഏത് നല്ല മുറാദുകളുണ്ടോ ആ മുറാദുകൾ ഹാസിലാകാൻ ഇതിലൊരായത്ത് ഓതിയാൽ മതി. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യം, നമ്മളുടെ ആയുസ്, ഇതിലൊക്കെ വർധനവുണ്ടാകാനും അതുപോലെ തന്നെ കാവൽ ലഭിക്കാനും ഇതിലെ 2ാമത്തെ ആയത്ത് ഓതിയാൽ മതി. 3ാമത്തെ ഒരു ആയത്തുണ്ട്, നമ്മളുടെ ഏത് ആവശ്യങ്ങളും ഏത് ഹാജത്തുകളും പൂർത്തിയായി കിട്ടാൻ ഖലാ ഉൽ ഹാജത്തിനുള്ള മാർഗമായി മഹാന്മാർ പഠിപ്പിച്ചെന്നതാണ്. ഇത്തരത്തിൽ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീനിലെ അത്ഭുതപ്പെടുത്തുന്ന 3 ആയത്തുകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓതാൻ അറിയുന്ന ആയത്തുകളിൽപ്പെട്ട 3 ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളുടെ സകല മുറാദുകളെയും പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന മാർഗമാണ്. അള്ളാഹു പൂർണ്ണമായി കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അത്തരത്തിൽ സന്തോഷമുള്ള നല്ല ജീവിതം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയെത്ര ആളുകളാണ് സങ്കടം പറഞ്ഞ് വിളിക്കുന്നത്, മെസ്സേജുകൾ അയക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്, സ്വസ്ഥത നൽകണേ റഹ്മാനെ. റാഹത്തും സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്നത്തെ വീഡിയോ നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ മിക്ക സന്ദർഭങ്ങളിലും നമ്മൾ ഓതുന്ന മഹത്തായ ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തു യാസീൻ അല്ലേ? യാസീൻ സൂറത്തുമായി ബന്ധമില്ലാത്ത മുഅ്മിൻ ഉണ്ടാവുകയില്ല. കാരണം എല്ലാ സംഗതികൾക്കും യാസീൻ ഒരു പിടിവള്ളിയാണ് അല്ലേ? സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. സൂറത്തു യാസീൻ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഓതുന്നത് ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്രത്തോളം മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. ഈ സൂറത്തു യാസീൻ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റിയ അമൂല്യമായൊരു നിധി കൂടെയാണ്. വെറുതെ പറയുകയല്ല. മഹത്തുക്കൾ ഓരോ ആയത്തിൻ്റെയും ശ്രേഷ്ഠതകൾ എണ്ണി പറഞ്ഞതുണ്ട്. അതായത് സൂറത്തു യാസീനിലെ ഓരോ ആയത്തുകളും നമ്മളുടെ ഓരോ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് മഹത്തുക്കൾ വളരെ വ്യക്തമായി കൃത്യതയോടുകൂടി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു 3 ആയത്തുകൾ പറഞ്ഞുതരാം. ഈ സൂറത്ത് യാസീനിലെ 3 ആയത്തുകൾ. ഈ 3 ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്നറിയും? ഇതിൽ ഒരായത്ത്, ആദ്യത്തെ ഞാൻ പറയാൻ പോകുന്ന ആയത്ത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്കുള്ള മുറാദുകൾ ഉണ്ടാവും, നല്ല നല്ല മുറാദുകൾ, നല്ല നല്ല ഉദ്ദേശങ്ങൾ. ഈ ഉദ്ദേശങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഹാസിലായി കിട്ടാനുള്ള ഒരു മാർഗമാണ് 1ാമത്തെ ആയത്ത്. 1ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 3 ആയത്തുകളിലെ 1ാമത്തെ ആയത്ത്. അല്ലാതെ ആദ്യത്തെ ആയത്ത് യാസീൻ എന്ന ആയത്തല്ല, യാസീൻ എന്ന ആയത്തല്ല, മറിച്ച് ഈ പറയാൻ പോകുന്ന 3 ആയത്തുകളിൽ 1ാമത്തെ ആയത്ത് നമ്മൾ ഓതുന്നത് എന്ത് മുറാദ് വെച്ചിട്ടാണോ ആ മുറാദ് ഹാസിലായി കിട്ടും ഇൻഷാ അല്ലാഹ്. അതിനുള്ളൊരു മാർഗമാണ്. അതിൽ 1ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് ആദ്യം പറഞ്ഞുതരാം. ഏതാണെന്നറിയോ? ലി തഹ്സീലിൽ മുറാദി, മുറാദുകൾ ഹാസിലാകാനുള്ള ആയത്ത്. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലേ? നമുക്ക് അറിയുന്ന ആയത്തല്ലേ? സൂറത്ത് യാസീനിലെ ആയത്താണ്. ഈ ആയത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? അതിനു മുമ്പ് ആദ്യം സ്വല്ല അല മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ 7 മറാത്തി. ഈ ആയത്ത് ഓതുന്നതിന് മുമ്പ് ആദ്യമായി മുത്തുനബി തങ്ങളുടെ മേലും അതുപോലെ തന്നെ മുത്തുനബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും, അതായത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ്. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ്. ഇത്തരത്തിൽ നബിതങ്ങളുടെ മേലും നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും 7 തവണ സ്വലാത്ത് ചൊല്ലുക. ഒരു 7 സ്വലാത്ത് ചൊല്ലിയ ശേഷം വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്ന ആയത്ത് അതിനുശേഷം പാരായണം ചെയ്യുക. എന്ത് മുറാദാണോ ഇത് ഓതുന്ന സമയത്ത് ഖൽബിലുള്ളത് ആ മുറാദ് റബ്ബ് സുബ്ഹാനഹു വ തആല നടപ്പാക്കി കൊടുക്കുന്നതാണ്, പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. 1ാമത്തത് മുറാദ് ഹാസിലാകാനുള്ള ആയത്ത്.
ഇനി അടുത്തത് പറഞ്ഞുതരാം. അള്ളാഹു നമുക്ക് ഒരുപാട് സമ്പാദ്യം നൽകിയവരുണ്ടാവും അല്ലേ കൂട്ടത്തിൽ. ഇനി സമ്പത്ത് നൽകാതെ ചിലപ്പം തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ടാവും. ജോലിയുണ്ട്, പക്ഷേ ആവശ്യത്തിന് വരുമാനമില്ല, എന്നാലും കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ, അള്ളാഹു ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അല്ലേ. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കിട്ടിയതിൽ ഉള്ളതിൽ, അത് നമ്മുടെ ആയുസ്സാകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യമാകട്ടെ, അതിൽ ബറക്കത്തുണ്ടാകാൻ യുബാരിക് അല്ലാഹു ഫി ഉംരിക വ മാലിക്, നിന്റെ സമ്പാദ്യത്തിലും അതുപോലെ നിന്റെ ആയുസ്സിലും, നമുക്ക് നൽകിയ ആയുസ്സിലും ബറക്കത്തുണ്ടാകാൻ, അതായത് വിശാലത കിട്ടാൻ, അതിൽ കൂടുതൽ, അതായത് സിയാദത്തുണ്ടാകാൻ, വർധനവുണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് പറ്റിയ ആയത്ത് എന്ത് ചെയ്യണം? ഇത് ഓതൽ മാത്രമല്ല, ഇതൊന്ന് എഴുതിയത് നമ്മളുടെ കൂടെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റിയാൽ, നമ്മളുടെ കൂടെ എഴുതി ഒന്ന് സൂക്ഷിക്കാൻ പറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിലും ബർക്കത്ത് ചെയ്തു തരും, അതുപോലെ തന്നെ നമ്മളുടെ അല്ലാഹു നൽകിയ ആ സമ്പാദ്യത്തിലും അല്ലാഹു ബർക്കത്ത് തരും. ഏതാണ് ആയത്ത്? ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അറിയുന്ന ആയത്തല്ലേ? ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ഈ ആയത്തിന്റെ ആശയം എന്താണ്? ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവർക്ക്, സ്വർഗാവകാശികളായ ആളുകൾക്ക് അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ച അവർ ആഗ്രഹിക്കുന്ന എല്ലാ സംഗതികളും അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ്. അള്ളാഹു അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്താണോ ആഗ്രഹമുള്ളത്, ആ ആഗ്രഹം മുഴുവൻ അള്ളാഹു നടപ്പാക്കി കൊടുക്കും. അതാണ് ഈ ആയത്തിന്റെ വിവക്ഷ. അത് ഈ ആയത്ത് എഴുതിയത് ആരെങ്കിലും ഒരാൾ തൻ്റെ കൂടെ ചുമക്കുകയാണെങ്കിൽ, അതായത് തൻ്റെ പേഴ്സിലോ അല്ലെങ്കിൽ വീട്ടിലോ, ഇത് നമ്മൾ കൂടെ ചുമക്കുക, മഅക്ക എന്ന യഹ്മിൽ മഅക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാം. അങ്ങനെ നടന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ വർധനവ് ചെയ്തു തരും, അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യത്തിൽ ബർക്കത്ത് ചെയ്തു തരും. നമ്മുടെ സമ്പാദ്യം തീർന്നു പോവുകയില്ല, നമ്മുടെ സമ്പാദ്യം നശിച്ചു പോവുകയില്ല, അതുപോലെ തന്നെ നമ്മുടെ ആയുസ് പെട്ടെന്ന് ഒതുങ്ങി പോകില്ല. ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു അവസരം നൽകും, ബർക്കത്ത് ചെയ്തു തരുന്ന. ബർക്കത്ത് ചെയ്തു തരിക എന്ന് പറഞ്ഞാൽ 100 വയസ്സ് വരെ ജീവിക്കുക എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് അല്ലേ. ബർക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇമാം നബവി തങ്ങൾ 40 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. എന്നാൽ ഇമാം നബവി തങ്ങളുടെ ജീവിതകാലത്ത് അവിടുന്ന് എഴുതി തീർത്ത കിതാബുകൾ, അതുപോലെ തന്നെ അവിടുന്ന് സമാഹരിച്ച ഇൽമിന്റെ ആ ഒരു ശേഖരം അവിടുത്തെ 40 അല്ല 400 വയസ്സ് ജീവിച്ചാലും നമ്മളൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര വിശാലമായ രൂപത്തിലാണ്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ബർക്കത്ത് ചെയ്തു കൊടുത്തു. ഇതാണ് ആയുസ്സിൽ ബർക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ആയുസ്സിൽ എന്ത് ചെയ്യും? വലിയ വിശാലതയാവും. നമുക്ക് ആയുസ്സിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അള്ളാഹു അത്തരത്തിൽ ഭാഗ്യം നൽകട്ടെ. ഇത് ഈ ആയത്ത് എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഈ ആയത്ത് എഴുതിയത് കൂടെ ചുമക്കുക. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ഇനി അടുത്തൊരായത്തുണ്ട്, ഈ സൂറത്ത് യാസീനിൽ തന്നെ പവർഫുൾ ആയ ഒരു ആയത്ത്. ഈ ആയത്തിന്റെ പ്രത്യേകത, നമ്മളുടെ ഖലാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ, അത്യാവശ്യമായ നമ്മൾ ആഗ്രഹിക്കുന്ന ചില സംഗതികൾ ഉണ്ടാവും, ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ആയത്ത് ഉപയോഗപ്പെടുത്താം. 2 രൂപത്തിൽ പറഞ്ഞുതരാം. ഈ ആയത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് 2 രൂപത്തിൽ മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട്. ആയത്ത് ഏതാണ്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇതാരെങ്കിലും ഒരാൾ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി കൂടെ ചുമക്കുകയാണ് എങ്കിൽ അയാൾക്ക് ശുഹദാക്കളുടെ കൂലി ലഭിക്കും. ശുഹദാഇന്റെ, അതായത് ഷഹീദായ മഹത്തുക്കളുടെ കൂലി ലഭിക്കും. അതോടൊപ്പം തന്നെ അയാളുടെ ആയുസ്സിൽ വർധനവുണ്ടാകും. ഇത് അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു ബോണസാണ്. ഏത്? ഈ ഖലാഉൽ ഹാജത്തിന്റെ കൂടെ കിട്ടുന്ന ഒരു ബോണസാണ് എന്ത്? അയാളുടെ ജീവിതത്തിൽ ആയുസ്സിൽ ബർക്കത്തുണ്ടാകുകയും അതോടൊപ്പം തന്നെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ശുഹദാഇന്റെ കൂലി ലഭിക്കുന്ന, ഷഹീദിന്റെ കൂലി ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു അയാളെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇല്ലേ. അപ്പം എന്ത് ചെയ്താൽ മതി? ഈ ആയത്ത് പാരായണം ചെയ്താൽ മതി, അതുപോലെ തന്നെ എഴുതി കൂടെ സൂക്ഷിച്ചാലും മതി. ഇനി ഇതോടൊപ്പം തന്നെ ഖലാഉൽ ഹാജത്തിന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇഖ്റ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ഈ ആയത്തിനെ പാരായണം ചെയ്യണം 818 തവണ. 818, അതായത് 818 തവണ ഈ ഒരു ആയത്തിനെ പാരായണം ചെയ്യണം. യൗമൻ, ഒരു ദിവസം, ഒറ്റ ദിവസം, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുത്ത് അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് എന്ത് ചെയ്യുക? ഈ ആയത്ത് പാരായണം ചെയ്യുക. ലി മുദ്ദത്തി 15 യൗമൻ. എത്ര ദിവസം തുടർച്ചയായിട്ട്? 15 ദിവസം തുടർച്ചയായിട്ട്. അതായത് ഇന്ന് തുടങ്ങിയാൽ അടുത്ത 15ന്റെ അന്നാണ് തീർക്കേണ്ടത്. അതായത് 888 തവണ മൊത്തത്തിലല്ല, മറിച്ച് ഓരോ ദിവസവും 888 തവണ മുടങ്ങാതെ നമ്മുടെ ഒരു ആവശ്യം, നീയത്ത്, നല്ല നീയത്തോട് കൂടിയിട്ട് ഇന്ന ആവശ്യം എനിക്ക് പൂർത്തീകരിച്ച് കിട്ടണം എന്ന നീയത്തോട് കൂടിയിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. എന്നിട്ട് ഇത് തുടങ്ങേണ്ട ദിവസം ഏതാണ്? അതും പറഞ്ഞിട്ടുണ്ട്. ഇബ്തിദാഅൻ ബിയൗമിൽ അർബിഅ, അതായത് ബുധനാഴ്ച ദിവസമാണ് തുടങ്ങേണ്ടത്. ഇപ്പോൾ ഇന്ന് ബുധനാണ് എങ്കിൽ ഇന്ന് തുടങ്ങിയാൽ എന്ത് ചെയ്യുക? ഇന്ന് മുതൽ അടുത്ത 15 ദിവസം വരെ.
കേട്ടോ. മുടങ്ങാതെ എന്ത് ചെയ്യുക, തുടങ്ങേണ്ട ദിവസമാണ്, ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയായി എന്ന് കരുതുക, എന്നാൽ ഇത് എന്ത് ചെയ്യുക, അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റിവെക്കാം. അടുത്ത ബുധനാഴ്ചയാണ് ഒന്നാമത്തെ ദിവസമായി കൂട്ടേണ്ടത്. ഒന്നാമത്തെ തുടങ്ങേണ്ട ദിവസം ബുധനാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ച ദിവസം തുടങ്ങിയിട്ട് 15 ദിവസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ 818 തവണ ഈ ഒരു ആയത്ത്, ഇത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് പാരായണം ചെയ്തിട്ട് ആ കൽബിലെ മുറാദ് റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല നിയ്യത്ത് വെച്ച് നമ്മൾ ആ മുറാദ് വെച്ചിട്ടാണല്ലോ ഓതുക, ആ നിയ്യത്ത് വെച്ചിട്ട് റബ്ബിനോട് അങ്ങോട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഇന്ന ആവശ്യം എനിക്ക് പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ് എന്ന്. ആ ഹാജത്ത് അല്ലാഹു വീട്ടിൽ കൊടുക്കുന്ന ആ ആവശ്യം അങ്ങോട്ട് പൂർത്തീകരിച്ച് കിട്ടും. ഇനി മറ്റൊരു മാർഗം പറയുന്നുണ്ട്, നമ്മുടെ ഹാജത്ത് പൂർത്തിയാക്കാനുള്ള വേറൊരു വഴി. എന്ത്? ഈ ആയത്ത് പാരായണം ചെയ്യണം 1479 തവണ. ഞാൻ ഈ പറയുന്ന നമ്പറുകൾ, അതായത് ഈ പറയുന്ന എണ്ണം, അത് കൃത്യമായി കിതാബുകളിൽ അങ്ങനെ തന്നെ എഴുതിയത് കൊണ്ടാണ് പറഞ്ഞത്. അതായത് എന്താണ് അങ്ങനെ ഒരു കണക്ക്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1479, അതുകൊണ്ട് ഒന്നുകൂടെ ചേർത്തിട്ട് 80 കൂടെ എന്നൊരാൾ ചിന്തിച്ചു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് സംഖ്യയും കൂടെ കൂട്ടിയിട്ട് 1500 അങ്ങാക്കി കൂടെ. അങ്ങനല്ല, മഹത്തുക്കൾ ഈ പറഞ്ഞ എണ്ണം അവർ ജീവിതത്തിൽ പതിവാക്കിയിട്ട് അവർക്ക് ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ആക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കണ്ട. കൃത്യമായ എണ്ണം 1479 തവണ ഈ ഒരു ആയത്ത് പാരായണം ചെയ്തു. ഫി മജ്ലിസിൻ വാഹിദിൻ, ഒരൊറ്റ മജ്ലിസിൽ, അതായത് ഒരൊറ്റ ഇരുത്തത്തിൽ. ഇത് ചൊല്ലാനായിട്ടൊരു സമയം മാറ്റിവെച്ച് എന്ത് ചെയ്തു, അങ്ങോട്ടിരുന്നു. ഇത് ചൊല്ലാനായിട്ട് അപ്പോൾ നമ്മുടെ കൽബിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരും. മറ്റേത് എന്ത് ചെയ്യുക, 15 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഇനി അതിന് 15 ദിവസം മെനക്കെടാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരൊറ്റ ദിവസം അതിനുവേണ്ടി മെനക്കെടാൻ പറ്റിയാൽ നമ്മുടെ ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് 1479 തവണ ഈ ഒരു ആയത്ത് പാരായണം ചെയ്തു. അത് മാത്രമല്ല, വഅലാ വുളൂഇൻ്റെ മേലായിരിക്കണം, വുളൂഓട് കൂടിയിട്ടാവണം എന്ന് ചൊല്ലേണ്ടത്. അപ്പോൾ ചില നിബന്ധനകളുണ്ട്. ഒരൊറ്റ ഇരുത്തത്തിലാകണം. അതുപോലെ തന്നെ ഒരു വുളൂ ചെയ്തിട്ട് ആ വുളൂയോട് കൂടിയിട്ടാവണം എന്ത് ചെയ്യേണ്ടത്. അതായത് വുളൂ ഇല്ലാതെയല്ല ഇത് ചെല്ലേണ്ടത്, വുളൂയോട് കൂടിയിട്ടാണ്. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഖുർആനായത്ത് കാണാതെ ഓതുന്നതിന് വുളൂ വേണ്ടല്ലോ എന്ന്. പക്ഷേ ഇത് നമ്മളൊരു അമൽ ചെയ്യുകയാണല്ലോ, മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു അമൽ, നമ്മൾക്കൊരു ഹാജത്ത് പൂർത്തീകരിച്ച് കിട്ടാനുള്ളൊരു മാർഗ്ഗം നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാം, മഹാന്മാർ പഠിപ്പിച്ചു തന്ന ആ രൂപത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഇതിനു വേണ്ടിയിട്ട് ഹാജത്ത് പൂർത്തീകരിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള, ചെയ്ത് ശീലമുള്ള, ഓതി പരിചയമുള്ള സൂറത്തു യാസീനിലെ 3 ആയത്തുകളെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഈ 3 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് മുടങ്ങാതിരിക്കുക. ഏതൊക്കെയാണ് ആയത്ത്? ഒന്നാമതായി പഠിപ്പിച്ചു തന്നത്, ഒന്നാമത്തത് വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. രണ്ടാമതായി ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. മൂന്നാമത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ ഒരു 3 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അത് ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. ജീവിതത്തിൽ വലിയ സന്തോഷം നൽകട്ടെ. അല്ലാഹു സമാധാനമുള്ള, സക്കീനത്തുള്ള, നല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ചതിക്കുന്ന, അതുപോലെ തന്നെ നമ്മളെ വഞ്ചിക്കുന്ന, നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സകലരെയും അല്ലാഹു പാഠം പഠിപ്പിക്കുകയും അല്ലാഹു നമുക്ക് വലിയ സന്തോഷം നൽകുകയും ചെയ്യുമാറാകട്ടെ. നല്ല ബുദ്ധി കൊടുത്തവരെയൊക്കെ തിരുത്തി നല്ല മാർഗത്തിലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ദുആകൾക്കും ഇജാബത്ത് നൽകി, ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവൻ കണ്ടവർ കമന്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ
على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.